ലാമ്പ് അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് കാർഡ്ബോർഡിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിന് ഒരു ഹാഫ് മൂൺ കട്ട് ചെയ്തെടുക്കണം. പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾ 2 സ്ട്രിപ്പുകൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനെ വളച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ ആ മൂണിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ നമുക്ക് സെൻറ്റർ കാണാൻ വിധത്തിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ, അതുപോലെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്കറിയില്ല. ഏകദേശം കാണുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. എന്നിട്ടൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ മാസ്കിംഗ് ടാപ്പ് ആയിരിക്കും കുറച്ചുകൂടെ നല്ല വൃത്തിയിലിരിക്കുക കേട്ടോ. ടിഷ്യൂ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റേർഡ് എഫക്റ്റാണ് കിട്ടുന്നത്. മാസ്കിംഗ് ടാപ്പ് ആണെങ്കിൽ നല്ല വൃത്തിയിരിക്കും. ഇനിയുള്ള പരിപാടി പറഞ്ഞാൽ പെയിൻറ് ചെയ്യലാണ്. പെയിൻറ് ചെയ്യുന്നത് വൈറ്റ് കൊടുക്കുക. ബാക്ക് വശത്ത് കൊടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. കുറച്ചുകൂടെ നല്ല ഫിനിഷിംഗ് ആയിട്ട് വൃത്തിയിൽ കിട്ടണമെങ്കിൽ ബാക്കിലൂടെ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ ക്ലേ ആണ് ഉള്ളിൽ വെക്കാൻ. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് സിമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. പക്ഷേ കുറച്ചുകൂടി എളുപ്പം ഇതാണ്, ഉണങ്ങി കിട്ടാനും പാടില്ല. ക്ലേ എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് നന്നായിട്ട് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് നമുക്ക് ആ ലൈറ്റ് വെക്കേണ്ട ഭാഗം മാത്രമേ ഒന്ന് ചെറിയൊരു ഗ്യാപ്പേ വിടുന്നുള്ളൂ. എന്നിട്ട് ഫില്ല് ചെയ്ത് നമ്മൾ കുറച്ച് ഒരു ചന്ദ്രൻ്റെ എഫക്റ്റ് പോലെ ഉണ്ടേ അതുപോലെ ആക്കി കൊടുക്കണം. ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കൈ കൊണ്ട് ഇങ്ങനെ കുത്തി ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ബ്രഷ് എടുക്കും. അങ്ങനെ എങ്ങനെയൊക്കെയോ അത് സെറ്റാക്കി കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് കാണാൻ ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല. അയ്യോ, ഇതിപ്പോൾ ഞാനാണോ ഉണ്ടാക്കി, നല്ല രസമുണ്ടല്ലോ എന്ന് തോന്നിപ്പോയി എനിക്ക്. ഇനി നമുക്കൊരു സ്റ്റാൻഡാണ് വേണ്ടത്. ആ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മാസ്കിംഗ് ടാപ്പ് കഴിഞ്ഞതിൻ്റെ റോൾ എടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കാർഡ്ബോർഡ് റൗണ്ടിൽ ഒട്ടിച്ചു. നെക്സ്റ്റ് അതിനെ പെയിൻറ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മൂണിനെ, ഹാഫ് മൂണാണ് നമ്മുടെ, ഫുൾ മൂണല്ല, ആ മൂണിനെതിൽ ഒട്ടിക്കണം. അതിന് മുന്നേ ഇടയിൽ ഞാൻ ഇങ്ങനെ പെയിൻറ് കൂടി ചെയ്തിരുന്നു, കുറച്ചുകൂടി ഒരു നല്ല എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ ലൈറ്റ് ഇടുന്ന പരിപാടിയായിരുന്നു ഇച്ചിരി ടാസ്ക്. എനിക്കത് ഇതിൽ കാണിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് വലിച്ചെടുത്തത്. ഇതിന് മുന്നേ കൂട്ടിയിട്ട് അതിലൊരു ഹോൾ ഇട്ട് വെക്കേണ്ടായിരുന്നു. ഞാനത് മറന്നു പോയതായിരുന്നു. നമ്മൾ ചെയ്യുന്ന ക്രാഫ്റ്റിൻ്റെ ലോങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതുവരെ ഷോർട്ട്സേ ചെയ്തിട്ടുള്ളൂ. ഇതാദ്യമായിട്ടാണ് ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്തൊക്കെയോ ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് ആയി. ആ ലൈറ്റ് ഇടുമ്പോൾ ഞാനൊരു പൊട്ടത്തരം ചെയ്തു. താഴേന്ന് മുകളിലേക്ക് ഇടണമായിരുന്നു, എന്നാലേ ആ ബാറ്ററിയുടെ വെയിറ്റ് ഇതിന് താങ്ങാൻ കഴിയും. ഇത് കുറച്ച് ടാസ്ക് ആയിരുന്നു ഒട്ടിച്ചെടുക്കാൻ, എന്നാലും ഞാൻ ഒട്ടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും മറക്കണ്ട.